ഹായ് ഗായ്സ്, എല്ലാവർക്കും സൂര്യാസ് ലിറ്റിൽ വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കണതെന്നറിയോ? ഞാൻ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആനത്തറവാടായ പുന്നത്തൂർ കോട്ടയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് പോവാം. പിന്നെ പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി ആരെങ്കിലും ഗുരുവായൂർ ടെമ്പിൾ ടൗണിലേക്കോ അല്ലെങ്കിൽ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ സ്ഥലമൊക്കെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കാരണം വെറും 2 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആന ലേശം പെശകാണ്, ഭയങ്കര മതപ്പൊട്ടലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. ഭയങ്കര ഡേഞ്ചറാണ് തൊട്ടടുത്തൊക്കെ പോയി നിന്ന് നിൽക്കണതോ അതോ വീഡിയോ എടുക്കുന്നതോ. പിന്നെ കുഞ്ഞു ഫീസുകളുള്ളിലൊക്കെ വരാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഈ കണ്ടു കൂട് പോലത്തെ ഐറ്റാണ് ആനകളെ മെരുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയും. ദാറ്റ് മീൻസ് ഒരു വൈൽഡ് ആനേനെ പിടിച്ചിട്ട് ഒരു നാടൻ ആന അല്ലെങ്കിൽ നാട്ടാനയേക്കാളുള്ള ഒരു സ്ഥലമാണത്. ഇതാണ് പുന്നത്തൂർ കോട്ട. ഒരു പണ്ടത്തെ പനയാണത്. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഇരുന്നു ഇവിടെ നിന്ന് കാണാൻ. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം ആ ഒരു ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു തൊട്ടടുത്തുള്ള ഒരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു ആനയും ലേശം പെശകാണ്, കാരണം അതിനൊരു മതപ്പാടൊക്കെ ഉണ്ട്. കിടന്ന് അങ്ങനെ ആടി കളിക്കുന്നുണ്ട്. നല്ല പേടിയുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ നെഞ്ച് പിരിച്ചിട്ട് പോകുമ്പോൾ മറ്റേ ധൈര്യപ്പാരായിട്ട് പോവാന്ന്. നല്ല പേടിയാണ് തൊട്ടടുത്തേക്ക് പോവാൻ. ബട്ട് രസമാണ്, ഒരു അഡ്വഞ്ചറാണ് ഇതൊക്കെ. ഇവൻ കുഴപ്പമില്ലാത്ത ആളാണ്, വലിയ സീനില്ല. പിന്നെ ഇവിടെ കുറേ സിനിമാ നടന്മാരും കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ ആനകളെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഭയങ്കര ഇതായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കുരുങ്ങുണ്ട്. അടുത്ത് പോയി കഴിഞ്ഞാൽ വലിച്ചെറിയും. അതുകൊണ്ട് മെയിൻലി ഈ ഒരു മണ്ണിലേക്കൊന്നും കയറരുത്. ഈ ആ ഒരു ഫുട് പാത്ത് കൂടെ തന്നെ നടക്കുക. കുറേ സേഫ്റ്റീസ് ഉണ്ടാവും ഇതിനൊക്കെ. അവൻ തല കുലിക്കണ നല്ല രസമാണ്. പക്ഷേ വന്നങ്ങോട്ടൊരു ഒറ്റയിടിയാ. അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരാളെയും കൂടിയും കണ്ടു. വലിയ പ്രശ്നക്കാരനല്ല, നല്ല കൂളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പനമ്പട്ടയും വെച്ചിട്ട്. അപ്പം ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ആനേനെയും കൂടിയും കണ്ടു. ഇവൻ ഒട്ടും സീനില്ലാത്തൊരു പാവ ആനയാണ്. ഭയങ്കര കൂളായിട്ട് നിൽക്കുന്ന ഒരു പാവ ആനയാണിത്. പിന്നെ ലക്കിന് ഞങ്ങൾക്ക് ഇതൊക്കെ മഴയുള്ള ക്ലൈമറ്റാണ്. പക്ഷേ ലക്കിന് ഈ ആനക്കോട്ടയൊക്കെ കാണാൻ പറ്റി, കാരണം ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ബാക്കിൽ നിന്ന് ഒരാളെ വിളിക്കണ കേട്ടത്. ഒരു ചിഹ്നം വിളി, തുമ്പിക്കൈയും പൊക്കിയിട്ട്. എന്താ ഗാംഭീര്യം! ഞങ്ങളങ്ങനെ ആനകളെയൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഞാൻ ഇതുവരെ ഇങ്ങനെ നിന്നിട്ട് ഇത്ര ആനകളെ കണ്ടിട്ടില്ല. ആനകളൊക്കെ കണ്ടിട്ടുണ്ട്, 4, 5, 6 ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് പിന്നെ കുറേ ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു 100 ആനകളാണ് ടോട്ടൽ ഇവിടെ ഉള്ളത്. ഇപ്പോൾ 32 or 36 അത്രേ ഉള്ളൂ. ഒരു സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇവനാണ് ഗുരുവായൂർ ദേവദർശൻ.
അല്ല സോറി, ഇതാണ് ഗുരുവായൂർ ദേവദാസ് എന്നൊരു ആനയാണിത്. ഇവൻ ലേശം കുലുക്കൊക്കെ ഉണ്ട്. അപ്പൊ അതാ വേറൊരു ആന അവിടെ നിന്നിട്ട് പനമ്പട്ട കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ ഒട്ടും സീനില്ലാത്തൊരു കൂട്ടത്തിലാണ്. കാള് കാമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അതിനെ ശല്യം ചെയ്തിട്ടൊന്നും നമ്മള്. പാറക്കുട്ടി ഭയങ്കര ഇതാണ്. അവൾക്ക് ആനകളെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. ആന ആന എന്ന് എപ്പോഴും പറയാല. ഇപ്പോൾ കുറേ ആനേനെ കണ്ടു, അവൾക്ക് സന്തോഷമായിട്ടുണ്ടാവും. അച്ഛ അയത്താന്ന് വിളിച്ചങ്ങനെ നടക്കുകയുള്ളു. ആനയ്ക്ക് പുല്ലൊക്കെ കൊടുക്കും. ഞങ്ങള് ചെയ്യാൻ പറയില്ല. എന്തൊരു ഗാംഭീര്യല്ലേ ഈ ആനകൾക്കൊക്കെ. ഇവൻ ലേശം പെശകായിട്ടുള്ള ആളാണ്. ഭയങ്കരമായിട്ട് കുലിക്കണ്ട്. മതം പൊട്ടി നിൽക്കാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ കുറേ ആനകൾ അങ്ങനെ മതം പൊട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ അറിയില്ല. പിന്നെ ഇത് കർക്കിടക മാസമാണ്, അതുകൊണ്ട് ആനകളുടെ ചികിത്സയൊക്കെ ഈ സമയത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമായ ഈ ഒരു ആനക്കോട്ട? തൊട്ടടുത്തൊരു ആനേനെ കണ്ട്. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ ആനപ്പാപ്പ എന്ത് ധൈര്യം എന്ന് ഈ ഇത് മാത്രം വെച്ച് പോകാൻ. ബട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ബാക്കിലും ഫ്രണ്ടിലും ചങ്ങല കെട്ടിയിട്ടുണ്ട്. ഇവനും കെട്ടിയിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും. ലേശേ കുലുക്കുള്ളൂ, ബട്ട് കുഴപ്പമില്ല എന്നുണ്ട്. ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോഴൊക്കെ ആനകൾക്ക് കുലുക്കൊക്കെ ഉള്ളതാണല്ലോ. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു പിടിയാനേനെ കണ്ടത്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇത് കാണാൻ. ലേശം ചെറുതാണിത്. പിടിയാനയ്ക്ക് കൊമ്പുണ്ടാവില്ല. അത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത്. കൂടെ പോകുമ്പോൾ ഭയങ്കര നാട്ടായിരുന്നു. ആനപ്പിണ്ടൊക്കെ ഇവിടെയാണ് ശേഖരിച്ചിരുന്നു. പക്ഷെ ആനക്കോട്ടയിൽ വരുമ്പോൾ അതൊക്കെ നമ്മൾ സഹിക്കണമല്ലോ. ആനകളെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. ഒരു കുളം. ഇത് ഏത് കുളം അറിയാം നിങ്ങൾക്ക്? ആനകളെ കുളിപ്പിക്കുന്ന കുളമാണിത്. ഇങ്ങനെ മനസ്സിലായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കുറേ ചങ്ങലൊക്കെ അവിടെ കിടക്കണുണ്ടോ, അത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളുടെ കാലിൽ നിൽക്കുന്ന ചങ്ങലകളൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇവർ സൂക്ഷിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. ഡെയിലി വാഷ് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആനക്കോട്ടയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ഗൈസ്. ബൈ.